മൊഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാനുള്ള വനജ്ജിനി മിൻ ലളാ, ശൈഖേ വനജ്ജിനി, എന്നെ താങ്കൾ രക്ഷപ്പെടുത്തേണമേ, മിൻ ലളാ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടുത്തേണമേ എന്ന. സുൽത്താന കുല്ലി വലിയ മുഹിയുദ്ദീനി, എല്ലാ ഔലിയാക്കളുടെയും സുൽത്താനായ മുഹിയുദ്ദീൻ എന്നവരെ നരകത്തിൽ നിന്നോ എന്നെ താങ്കൾ രക്ഷപ്പെടുത്തേണമേ എന്ന് പോലും നേർക്ക് നേരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചൊല്ലി ഇറങ്ങുമ്പോഴും മുസ്ലിയാക്കന്മാർ ചോദിക്കും, ആരാ റബ്ബല്ലാത്തവർ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഹജ്ജിന് പോവാ, ഇതെന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഹജ്ജിന് പോവാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ബോംബായി വരെ ഏതാ മദ്ഹബ്? ശാഫി മദ്ഹബ്. അവിടുന്ന് അങ്ങോട്ട് വിട്ടാ പിന്നെ ഏതാ മദ്ഹബ്? അവിടുന്ന് അങ്ങോട്ട് വിട്ടാ പിന്നെ മാലിക്കി മദ്ഹബ്. അതെന്താ? അന്തരീക്ഷം മാറുമ്പോ കാറ്റ് മാറുന്നതിനനുസരിച്ച് മദ്ഹബ് ഇങ്ങനെ മാറുക. ഇവിടുന്ന് ഭാര്യയെ തൊട്ടാ ഒന്ന് മുറിയും, മക്കത്തുനിന്ന് തൊട്ടാലോ മുറിയില്ല. എന്താ പെണ്ണ് മാറുന്നുണ്ടോ? അല്ല. ആണ് മാറുന്നുണ്ടോ? ആവൂല്ല. മാറുന്ന ആരാ? മദ്ഹബ്. ഉപ്പാപ്പയാണ് ദിക്റുകൾ ചൊല്ലിക്കൊടുക്കുക. അത് മിക്കവാറും സാധാരണ ദിക്റുകളായിരിക്കുകയില്ല. ഉദാഹരണം, ഉപ്പാപ്പ ആദ്യം നീട്ടി ചൊല്ലുന്നു ലാ കണ്ണ ഇല്ലല്ലാഹ്. മനസ്സിലായില്ല? ലാ കണ്ണ, ഒരു കണ്ണും തന്നെ ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്തൊരു കണ്ണും ലോകത്തില്ല. ഞാൻ ഇതിനോട് ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കണം അർത്ഥം. ഓരോന്ന് ഞാൻ അർത്ഥം പറയില്ല. 14 പേരെ ഷഹീദായിട്ടുള്ളെങ്കിൽ ബാക്കി 299 പേരുണ്ട്. ഈ 299 പേർക്കും ഇല്ലാത്ത സ്നേഹമാണ്, റസൂലുള്ളാഹിക്കും ഇല്ലാത്ത സ്നേഹമാണ് നമുക്കുള്ളത്. നിങ്ങൾ നോക്കി, അവരൊന്നും സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അവരൊരു ഗ്ലാസ് വെള്ളം പോലും അവർ അനുസ്മരണം കൊടുത്തിട്ടില്ല. ഒരു ഈത്തപ്പഴം അവരുടെ പേരിൽ ഒരു ഡെഡോ സഹോദര റസൂലിനെ പോട്ടെ, നമ്മളൊരു കൂട്ടുകാർ 14 പേര് മരിച്ചില്ലേ, നമുക്കൊരു ചരമവാർഷികം ഒരു ആണ്ടൊക്കെ നടത്തിയിട്ട് നമുക്കൊരു ഈത്തപ്പഴം നടത്തി? നിങ്ങൾ നോക്കി എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ നിഷ്കളങ്കമായിട്ടൊന്ന് ഓതാൻ പഠിക്കാൻ തയ്യാറായാൽ, നിബിതങ്ങളുടെ ഹദീസ് വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറായാൽ, ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ശ്രേഷ്ഠതകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിക ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായും അത് നഷ്ടപ്പെടലല്ല, പൂർണ്ണമായും അത് ഒഴിവാകുമെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും. പരിശുദ്ധമായ ഖുർആനും യഥാർത്ഥ തൗഹീദും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും ഈ രണ്ടാലൊരു സമസ്തയിൽ ഏത് വിഭാഗം എന്ന് പറയുന്നു അന്ന് അവരോടൊപ്പം പോവാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ മാത്രമല്ല, പൈസയും തയ്യാറാണ്. ആട്ടിറച്ചിയും ബിരിയാണിയും ഒരു നിക്കാഹിന് പോയാൽ മിനിമം 300 രൂപയും എനിക്ക് കിട്ടുമായിരുന്നു. നിക്കാഹിന്റെ അവസ്ഥ നോക്ക് സഹോദരന്മാരെ. എന്റെ അനുഭവം ഞാൻ പറയട്ടെ. എത്രയോ സാധുക്കളായ രക്ഷിതാക്കൾ തന്റെ പ്രായമെത്തിയ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഫൈനാൻസ് പലിശക്ക് പണം വാങ്ങിയിട്ട് സ്ത്രീധനം കൊടുത്ത ആ പണം അതിന്റെ ഒരു ഓഹരി ആലിമുകൾ എന്ന് ഈ സമൂഹത്തിന് ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലിമുകൾക്ക് ഒരു വിഹിതം കൈമടക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ തുള്ളിന്റെ കഷ്ടത അനുവദിക്കാതെ അറിയാത്ത ഈ സമൂഹം എവിടെയാണ് ഖുർആനും ഹദീസും സമൂഹത്തിന് പഠിപ്പിക്കുക സഹോദരന്മാരെ? അപ്പോ പൊതുവെ ഈ വഹാബികളോട് എനിക്കൊക്കെ വെറുപ്പാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരോട് വെറുക്കണം. പിന്നെ അത് അടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ പറയപ്പെട്ട രൂപത്തിൽ കൂടെ കിതാബിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോ അവര് പറഞ്ഞു അവൻ വഹാബിയാണ്. ഏത് പ്രശ്നത്തിൽ പറഞ്ഞാലും അത് വഹാബിയാണ്. അപ്പോ ഈ കിതാബിലുള്ള കാര്യങ്ങൾ പറയുന്നവരാണ് വഹാബികൾ എങ്കിൽ പിന്നെ നല്ലത് അങ്ങോട്ട് നീങ്ങലാണല്ലോ. എന്താണ് റിഫായ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനന സമയത്ത് അള്ളാഹ് പറഞ്ഞു റിഫായിനെ പുറത്തേക്കിറങ്ങി നടക്കൂല കുറച്ചോനെ. ഒന്ന് പുറത്തേക്കിറങ്ങി റിഫായിനെ മനുഷ്യർക്കാറാക്കല്ലേ. എനിക്കും എന്റെ കൂടെ വന്നവർക്കും സ്വർഗം തന്നാല്ലാണ്ട് ഇറങ്ങൂല, നമുക്ക് നോക്കാം. പടച്ചോൻ അവസാനം ഇടങ്ങേറായി. 4 സ്വർഗത്തിന്റെ തീരാധാരം പട്ടയം പോക്കുവരവിന്റെ പേപ്പറൊക്കെ കൊടുത്തു. പടച്ചോൻ കൊടുത്തു, നീ ഒന്ന് ഇറങ്ങിപ്പോ റിഫായിന്. അങ്ങനെ മൂപ്പര് പിറന്ന് വളർന്ന് വന്ന് ഈ അണ്ണൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തോട്ടം കാണുന്നു. ഒരു തോട്ടം. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചൊരു തോപ്പ് ആയവിലക്ക് തരുമോന്ന് കേട്ടോവർ. ദുനിയാവിലുള്ള മൂതരനിൽ വേണ്ടെന്ന്
ദുഷ്കരമായ 4 സ്വർഗം കൊടുത്തോവർ. ഒരു ഇസ്മായിൽ എന്ന പേരിൽ ഒരു ചങ്ങാട് ഒരു ചെറിയ ഉണക്കത്തോട്ടം ഇഫായ് ചെയ്ത് കണ്ടപ്പോ ഇസ്മായിലെ എന്റെ തോട്ടം കൊടുക്കണ്ടോ, ദുനിയാവിലെ വിലയൊന്നും പോരാന്ന് പറഞ്ഞു. നിനക്ക് 4 സ്വർഗം പിടിച്ചോടാ. ഏതാണ്ട് ഇവിടെ ഈ കടല മിഠായി കച്ചവടം നിൽക്കണ പോലെ. സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയ വന്ന ബുദ്ധിക്കറിയോ എന്താണ്? 4 സ്വർഗം ദുനിയാവിലെ ഒരു ഉണക്കത്തോട്ടത്തിന് കൊടുത്തു. ഇലാഹെന്ന വാദമില്ലാതെ, ഇലാഹെന്ന വിശ്വാസമില്ലാതെയാണെങ്കിൽ ആരോടും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇസ്തിആനത്തിൽ ഇലാഹെന്ന വിശ്വാസമില്ലാതെ ആരോടും പറ്റുമെങ്കിൽ ആർക്കും ഇബാദത്ത് എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞത് തുല്യമായി. നാം പലപ്പോഴും വിചാരിച്ചു പോകുന്നു, ഈ ഇസ്ലാഹി പ്രസ്ഥാനം, അതായത് കേരള ജമിയത്തുൽ ഉലമ, ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അത് വളരെ അന്ന് വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആദർശം, അതൊക്കെയല്ലേ ആദർശം എന്ന് പറഞ്ഞത്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ആദർശം. ആദർശം പറഞ്ഞാല് കുത്തുബിയത്ത്, മൗലൂദ്, റാത്തി, ഇതൊക്കെയാണ് ആദർശം. ആദർശത്തിന്റെ കടക്കിൽ കത്തിവെച്ചിരിക്കുന്നത്. അതാണല്ലോ അങ്ങനെ തോന്നാം. നമുക്ക് പറയാനുള്ളത്, ഈ സലഫി പ്രസ്ഥാനം ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ച് ജീവിക്കണം എന്നൊരൊറ്റ തെറ്റ് മാത്രമാണ്. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇന്നുള്ള പ്രവർത്തകരും പലയാതി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നേരിടേണ്ടി വരുന്നത്. പിന്നെ ഒരു കിതാബ്, ഒരു ഗ്രന്ഥം രചിക്കുകയാണെങ്കിൽ ഹന്തും സലാത്തും സലാമും ഒക്കെ ചൊല്ലിക്കൊണ്ടാണ് ഒരു കിതാബ് ഉദ്ധരണി തുടങ്ങൽ തന്നെ. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ മൗലിദ് കിതാബ് മങ്കൂസ് മൗലിദ്, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരമുള്ള മങ്കൂസ് മൗലിദ്, ആ മങ്കൂസ് മൗലിദിന്റെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യമായിട്ട് എന്താണ്? സുബ്ഹാനല്ലദീ യത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദനു. ഖുറാഫി പ്രസ്ഥാനത്തിൽ പഠിച്ചു വളർന്ന് ഏറെക്കാലം അതിൽ പ്രവർത്തിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഉമർ ഫൈസിയാണ്. അദ്ദേഹം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകനാണ്. കൂടാതെ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസ്വീറാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാന്യ സഹോദരന്മാരെ, ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രബോധനവുമായി ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ ഈ ലോകത്ത് നൽകിയ, ഈ ലോകത്ത് നടത്തിയ ശക്തമായ പ്രബോധനമാണ് തൗഹീദി പ്രബോധനം. ആ പ്രബോധനത്തിന് വേണ്ടി കേരളത്തിൽ ശക്തമായി ഇഖ്ലാസോടെ കളങ്കമറ്റ ഹൃദയവുമായി പ്രവർത്തിക്കുന്ന